അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിർസത്തെ മുഅ്മിനീങ്ങളെ, ഞാനത്തെ പോലെ ഒരു മങ്ങിലത്തേക്ക് പോയപ്പോൾ ഹാളിൽ ഒരു ബാലക്കാരനാണ് കണ്ടത്. എന്താ വിശേഷം എന്നെങ്കിൽ ബറോബരി മുടി വെച്ചോണ്ടാ, മുടി വെച്ചിട്ട് ಅದಕ್ಕೆ ഒരു ജുട്ട് പോലെ കെട്ടിയോണ്ടാ, റബ്ബർ ബാൻഡ് പേർത്ത് കെട്ടിയോണ്ടാ, പാടെ തലയ്ക്ക് ഒരു ക്ലിപ്പ് പോലത്തെ ഹെയർ ബാൻഡാ അങ്ങനത്തെ ഒന്ന് വെച്ചോണ്ടാ. കാണുമ്പോൾ ആന പെണ്ണ ചെല്ല സംശയത്തിൽ എന്തോ നെസിബ് ചെൽ താടി മീസ കണ്ടത് കൊണ്ടു നമുക്ക് ആണെന്ന് ഡിക്ലെയർ ആക്കാം. അതുപോലെ ചെറിയ പെണ്ണുമക്ക ഇപ്പം ഭാരി ട്രെൻഡിങ് ആയിട്ടുണ്ട്. ചെറിയ പേസ പെണ്ണുമക്ക ജീൻസ് പാൻറ് ഇട്ടുണ്ട്, അതുപോലെ ടീഷർട്ട് ഇട്ടുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിൽ വസ്ത്രധാരണക്കും പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ ഇസ്ലാം നമുക്ക് കൽപ്പിച്ചു തന്നത്. ആ വസ്ത്രധാരണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ഘോരമായ ശിക്ഷയുണ്ട്. ആ വസ്ത്രധാരണയെ സംബന്ധിച്ചിട്ട് ഉമ്മ ബാപ്പമാർ അതിൽ ശ്രദ്ധിക്കണം. ഏതുപോലെ ഞങ്ങൾ ആഹാരത്തെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. ചെമ്മ ഞങ്ങളെ മക്കൾക്ക് അങ്ങനെ കിട്ടിയതെല്ലാം ഞങ്ങൾ ആഹാരം എടുത്ത് കൊടുക്കില്ല. തടിക്ക് ഹാനി അവിടെ എഫക്റ്റ് അവിടെ ആഹാരം ഞങ്ങൾ എടുത്ത് കൊടുക്കില്ല. ഇതുപോലെ ഞങ്ങളെ മക്കൾക്ക് എഫക്റ്റ് ആക്കിയതായ വസ്ത്രങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ട് എടുത്തു കൊടുക്കണം. ആ എഫക്റ്റ് ദുനിയാവുടെ എഫക്റ്റ് അല്ല, ആഖിറത്തിൽ ഞങ്ങൾ കുടുങ്ങി പോകണ്ട. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നെ ഇമാം തബ്രാനി, അതുപോലെ പിന്നെ ബൈഹഖി അടക്കമുള്ള പല ഗ്രന്ഥത്തിൽ ഞങ്ങൾക്ക് കാണും. അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിൻ നിസാ, ചില ആൾമാർ, ചില ആൺമക്ക അഥവാ ആണിങ്ങ അങ്ങനത്തെ ഓടാറ് പെണ്ണിങ്ങളെ കോല, അങ്ങനെ ഡ്രസ്സ് പെണ്ണിങ്ങളെ കോലത്തിലവിടെ. അതുപോലെ അൽ മുതശബ്ബിഹാത്തു മിനൻ നിസായി ബിർ റിജാലി, ചില പെണ്ണിങ്ങ അങ്ങ് ആണിങ്ങളെ കോല കെട്ടേ. ഇങ്ങെല്ലാം അള്ളാഹുടെ ക്രോധ ജാവും പോലായിട്ട് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുടെ ക്രോധാണ് ഇങ്ങ് കൊത്തുണ്ടല്ലേ. അള്ളാഹുടെ ശിക്ഷയെന്ന് ചെറിയ വിഷയമൊന്നുമല്ല. ഞങ്ങൾ ബലിച്ച് കിട്ടണ്ടായെങ്കിൽ വലിയ ഘോറായിട്ട് ദുനിയാവിൽ പല നിലക്കുള്ളതായ ശിക്ഷകൾ ഞങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികളായ ആൽമാർക്കെല്ലാം അള്ളാഹുടെ ശിക്ഷ എത്ര ഘോറായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ശിക്ഷ എന്തായുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ മേൽ നിരന്തരമായിട്ട് ഞങ്ങൾ ബലിച്ചിട്ടുള്ള അള്ളാഹുടെ ക്രോധങ്ങൾ, ഞങ്ങൾ അള്ളാഹുടെ കരുണങ്ങ, അള്ളാഹുടെ റഹ്മത്ത് ആഗ്രഹിക്കണങ്ങ എങ്കിൽ ഞങ്ങളെ മക്കൾക്കു ഞങ്ങൾ അള്ളാഹുടെ ക്രോധങ്ങ, അള്ളാഹുടെ ശിക്ഷങ്ങൾ ഞങ്ങൾ ബലിച്ചിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടു ഇത്തരത്തിലുള്ള വസ്ത്രധാരണെ സംബന്ധിച്ചിട്ട് പോഷകന്മാർ, പേരൻസുമാർ കട്ടുനിറ്റിന തീരുമാനം. ഒരിക്കലും ഞങ്ങളെ പെണ്ണുമക്കവും ആൺമക്കളെ ഒറ്റ ഒരു ഡ്രസ്സ് നേർത്ത് കൊടുക്കല്ലേ. ഞങ്ങളെ ആൺമക്ക പെൺമക്കളെ കോല ചമയുന്ന അനുവദിക്കല്ലേ. ഈ ഒരു വിഷയ പല ആൾമാർക്കും കൊത്തില്ലാത്തൊരു വിഷയമായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളെ മക്ക ഇങ്ങനെയുള്ളതായ കോല ആൺമക്കളെ കോല പെൺമക്കൾ കെട്ടി, പെൺമക്കൾ ആൺമക്കൾ കെട്ടിയിട്ട് ലാസ്റ്റ് അത് അതുപോലെ മുന്തു വരഞ്ഞിട്ടായെങ്കിൽ, തൗബയില്ലാണ്ട് മരിച്ചു പോയെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുടെ ക്രോധവുമായിട്ട് നരകത്ത് പോകേണ്ട ഒരവസ്ഥ. നരകത്ത് അങ്ങ് മാത്രം പോകണ്ടല്ലോ, ഞങ്ങളും ബലിച്ചിട്ടാറ്. ഞങ്ങൾ കുറേ മുസലിൽ വെച്ചിട്ട് ഖുർആൻ ഓതരങ്ങും, കുറേ സുജൂതിരങ്ങായിട്ടിക്കുക, കുറേ ഹജ്ജ് ചെയ്യുന്നങ്ങായിട്ടിക്കുക, ഞങ്ങൾ ഉംറ ചെയ്യുന്നങ്ങായിട്ടിക്കുക, എന്നും കാര്യമാവല്ലേ. ആ മക്ക ചൊല്ലുവാൻ പഠിച്ചവനെ നൻ്റെ നരകത്ത് നീ കടത്തിരണ്ടായെങ്കിൽ നക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുത്ത് തന്നെ നിൻ്റെ ഉമ്മ പാപ്പമാരെയും അങ്ങനെയും നീ ഞങ്ങളുടെ നരകത്ത് കടത്തണോണ്ട് അങ്ങ് ഡിമാൻഡ് വെച്ചിട്ടായെങ്കിൽ അള്ളാഹു അങ്ങനെ ഡിമാൻഡ് തള്ളല്ലേ. ചെന്നെങ്കിൽ ഈ മക്ക മാസവുമായിരിക്കാറ് അങ്ങ് നിരപരാധിങ്ങ എടുത്തു കൊടുത്തിട്ട് അങ്ങ മക്ക എന്ത് ഡ്രസ്സ് ഞങ്ങൾ എടുത്തു കൊടുത്ത അങ്ങ് ഇടങ്ങായിട്ടിക്കാറ്. കുല്ലു മൗലൂദീൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ദീനിയായ നിലക്കായിട്ടിക്കടെ പണ്ടേ. പക്ഷെ അങ്ങനെ ബെടക്കാക്കരുത്, ഉമ്മ അബ്ബായിട്ടിക്കരുത്. ഈ ഒരു കാര്യ ഞങ്ങൾ എപ്പോൾ ഞങ്ങളെ മനസ്സിലിക്കണം. എന്ത് നിലക്കും ഇസ്ലാമിക പിന്നെ ആ വസ്ത്രധാരണയ്ക്ക് എതിരായ ഒറ്റൊരു വസ്ത്രവും ഞാൻ എടുത്തു കൊടുക്കലാണ്ട് ഇപ്പോഴേ തീരുമാനിക്കും. അവല്ലേ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ട്. അള്ളാഹു ഞങ്ങളെ മക്കളെല്ലാം അള്ളാഹു സാലിഹ്യങ്ങളിൽപ്പെടുത്ത അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മക്കളെ കൊണ്ടു നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ള വഴി അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. ഞങ്ങളെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ബേജാറവിടെ ടെൻഷനോടെ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഞങ്ങളെ എത്തിപ്പാടട്ടെ. ഞങ്ങൾ അള്ളാഹു കാക്കട്ടെ.
ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.